ബോക്സ് ഓഫീസ് കിങ് ആണ് ധനുഷ്. ചിത്രങ്ങളെല്ലാം മിനിമം ഗ്യാരണ്ടി ഉറപ്പിക്കാറുണ്ട്. കളക്ഷനിൽ ധനുഷ് ചിത്രങ്ങൾ ഉണ്ടാക്കുന്ന മുന്നേറ്റം അടുത്ത കാലത്ത് തുടർക്കഥയാണ്. വാത്തിയായിരുന്നു അവസാനം തിയേറ്ററിലെത്തിയ ധനുഷ് ചിത്രം. വെങ്കി അരലൂരി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത വാത്തി ആഗോള ബോക്സ് ഓഫീസിൽ 100 കോടി ക്ലബ്ബിൽ ഇടം നേടുകയും ചെയ്തു. അപ്പോൾ അത് പറയാനല്ല വന്നത്, ധനുഷിൻ്റെ ഏറ്റവും പുതിയ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാനുള്ളത്, ക്യാപ്റ്റൻ മില്ലറിനെ കുറിച്ച്. എന്തുകൊണ്ടായിരിക്കും ഈ ധനുഷ് ചിത്രത്തിന് ഇങ്ങനൊരു ഹൈപ്പ് കിട്ടിയതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സംവിധായകൻ്റെ പേരെഴുതി കാണിക്കുന്നിടത്ത് അരുൺ മാതേശ്വരൻ എന്നതാണ് അതിന് കാരണം. ഇതിനു മുമ്പ് അരുൺ സംവിധാനം ചെയ്ത 2 ചിത്രങ്ങൾ റോക്കിയും സാനി കൈതവും. സിനിമാ പ്രേമികളുടെ മനം കവർന്ന 2 ചിത്രങ്ങൾ. ബിഗ് സ്ക്രീനിൽ തീ പടർത്താൻ കഴിയുന്ന ഒരു സംവിധായകൻ, അതിനേക്കാളും അപ്പുറം പ്രകടനം കൊണ്ട് ആ തീ ആളിക്കത്തിക്കാൻ കെൽപ്പുള്ള ഒരു നടനും. ഇതിലും വലിയ കാരണം വേണോ ഒരു ചിത്രം ഹൈപ്പിൻ്റെ കൊടുമുടി കയറാൻ? പീരീഡ് ഡ്രാമകൾ എടുത്ത് വിജയിപ്പിക്കുന്നതിൽ തമിഴ് കാണിക്കുന്ന മിടുക്ക് ഇന്ത്യയിലെ മറ്റൊരു ഇൻഡസ്ട്രിയും കാണിക്കുന്നില്ല. നോക്കൂ, 2023 പണം വാരിയ തമിഴ് പടങ്ങളിൽ ഇത്തരം ജോണർ ചിത്രങ്ങൾ വരെ ഇടം പിടിച്ചിട്ടുണ്ട്. പീരീഡ് ഡ്രാമ ഒരുക്കാനുള്ള ബുദ്ധിമുട്ട് ചില്ലറയുമല്ല, സൂക്ഷ്മത ഏറെ വേണ്ട മേക്കിംഗ്. അവിടെയാണ് അരുൺ ഒരു സംഭവം ഇങ്ങനെ 178 മിനിറ്റ് ബിഗ് സ്ക്രീനിൽ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. അത് ഭംഗിയോടെയും നല്ല വെടിപ്പായും അരുൺ പറഞ്ഞു പോയിട്ടുണ്ട്. ഒരു കാര്യം പറയാം, ക്യാപ്റ്റൻ മില്ലർ നായകനായ ധനുഷിൻ്റെ ചിത്രമല്ല, ഇത് സംവിധായകൻ അരുൺ മാതേശ്വരൻ്റെ ചിത്രമാണ്. അയാളുടെ കയ്യൊപ്പുകൾ വേണ്ടുവോളം പതിഞ്ഞ ചിത്രം. റോക്കിയും സാനി കൈതവും കണ്ട ഒരാൾ എന്തായാലും അരുണിൻ്റെ ഫാനാവുമെന്ന് ഉറപ്പാണ്. അടുത്ത ചിത്രത്തിനായി കാത്തിരിക്കുകയും ചെയ്യും. അങ്ങനെ കാത്തിരിക്കുന്ന പ്രേക്ഷകനെ ഒട്ടും നിരാശനാക്കുന്നില്ല എന്നതാണ് ക്യാപ്റ്റൻ മില്ലറിൻ്റെ തിയേറ്റർ അനുഭവം. നടനെന്ന നിലയിലും ചിത്രം ധനുഷിന് മികച്ച ഒരു അവസരമായിരിക്കുമെന്നാണ് സംവിധായകൻ അരുൺ മാതേശ്വരൻ തന്നെ വ്യക്തമാക്കിയിരുന്നത്. അതിന് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്നുമുണ്ട് ചിത്രം. ജി.വി. പ്രകാശിൻ്റെ അസാധ്യ BGM കൂടി ചേരുന്നതോടെ മികച്ച തിയേറ്റർ അനുഭവം സമ്മാനിക്കാൻ ചിത്രത്തിന് ആവുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള കഥയാണ് ചിത്രം പറയുന്നത്. പലതവണ കേട്ട സ്ഥിരം ഗ്രാമവും അവരുടെ മേലുള്ള അധികാരത്തിൻ്റെ കടന്നുകയറ്റവുമാണ് സിനിമയുടെ വൺലൈനെങ്കിലും ലെയറുകളിൽ അരുൺ പൊതിഞ്ഞു വച്ചിരിക്കുന്നത് അഴിച്ചെടുക്കുമ്പോഴാണ് ക്യാപ്റ്റൻ മില്ലർ മികച്ച രാഷ്ട്രീയ സിനിമ കൂടിയാവുന്നത്. അതായത് പലവിധ രാഷ്ട്രീയ വായനകൾ കൊണ്ട് സമ്പന്നമാണ് അരുണിൻ്റെ തിരക്കഥ. അങ്ങനെ എഴുതി വച്ചിട്ടുണ്ട് അത്. ബ്രിട്ടീഷുകാരോട് ഓച്ചാനിച്ച് നിൽക്കുകയും ജനങ്ങൾക്ക് മേൽ കുതിര കയറുകയും ചെയ്തിരുന്ന രാജാക്കന്മാരെ തൊലിയിരിച്ച് നിർത്തിയിട്ടുണ്ട്. ജാതിയുടെ പേരിൽ അടിച്ചമർത്തുന്ന ജനതയുടെ നിസ്സഹായാവസ്ഥയാണ് മറ്റൊരു ലെയറിൽ. തങ്ങളുടെ പൂർവികരുണ്ടാക്കിയ ദേവാലയത്തിൻ്റെ അടുത്ത് പോലും പോകാനാവാതെ 600 വർഷം മാറ്റി നിർത്തപ്പെടുന്ന ജനതയുടെ ദയനീയതയാണ് മറ്റൊന്ന്. അടിച്ചമർത്തലിനെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള ഒരു സിനിമ എന്നതിലുപരി സമത്വം, സ്ത്രീശക്തി, വിപ്ലവത്തിൻ്റെ ആവശ്യകത എന്നിവ നല്ല ലൗഡായി പറയാൻ അരുൺ മാതേശ്വരൻ ശ്രമിച്ചിട്ടുണ്ട്. അടിച്ചമർത്തപ്പെട്ടവൻ്റെ, നിരന്തരം വേദന അനുഭവിക്കുന്നവൻ്റെ, അഭിമാനത്തിൻ്റെ ക്ഷതമേറ്റവൻ്റെ തിരിച്ചടികൾ കാണുക എന്നത് വലിയ ആവേശം തരുന്ന ഒന്നാണ്. സിനിമയും നാടകവും സാഹിത്യവും ഏറെ തവണ പറഞ്ഞതുകൂടിയാണിത്. അങ്ങനെ ഒരു കഥയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ വെച്ച് അരുൺ പറയുന്നത്. ഇത്തരം കഥകളിൽ ധനുഷ് എന്ന നടൻ്റെ മികവ് അസാധ്യമായിരിക്കും. അദ്ദേഹത്തിൻ്റെ തന്നെ അസുരൻ, കർണൻ എന്നീ ചിത്രങ്ങളിൽ ഇത് തെളിയിച്ചതുമാണ്. ധനുഷിലെ വയലൻസ് നായകനെ മികച്ച രീതിയിൽ സ്ക്രീനിലെത്തിച്ചത് വെട്രിമാരനാണ്. അതുകൊണ്ടുകൂടിയായിരിക്കും അരുണിൽ പലപ്പോഴും വെട്രിമാരനെ കണ്ടെന്ന് ധനുഷ് പറഞ്ഞത്. വെട്രിമാരൻ ചിത്രങ്ങളുടെ ഒരു സ്വഭാവം പലപ്പോഴും ക്യാപ്റ്റൻ മില്ലർ കാണിക്കുന്നുമുണ്ട്. ഒരു കഥ മടുപ്പില്ലാതെ കണ്ടിരിക്കണമെങ്കിൽ അത് മികച്ച രീതിയിൽ ഒരുക്കണം. സിനിമയാണെന്ന് തോന്നിയാലും കഥ നടക്കുന്നിടത്തേക്ക് പ്രേക്ഷകനെ എത്തിക്കുന്നത് അതിൻ്റെ മേക്കിംഗ് മികവിലാണ്. അരുണിൻ്റെ മറ്റു ചിത്രങ്ങളെപ്പോലെ തന്നെ തമിഴ് സിനിമ തുടരുന്ന പതിവ് രീതിയിൽ നിന്ന് ഒന്നും മാറി അരുൺ കാണിക്കുന്ന മാജിക് ക്യാപ്റ്റൻ മില്ലറിലുമുണ്ട്. അത് വിഷ്വലുകൾ കൊണ്ട് കഥ പറയുന്നതിലാണ്. കണ്ണെടുക്കാനാവാതെ നോക്കിയിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഫ്രെയിമുകൾ കൊണ്ട് സമ്പന്നമാണ് ചിത്രം. ആദ്യ സീൻ മുതൽ തന്നെ പ്രേക്ഷകനെ കൂടെ കൂട്ടുന്ന തരത്തിലാണത്. ഇടയ്ക്ക് ചിത്രം മെല്ലെ പോകുന്നു എന്ന് തോന്നുമ്പോൾ അടുത്ത ഘട്ടത്തിൽ ഒരു ഉയർച്ച സൃഷ്ടിച്ച് അതിനെ മറികടക്കുന്നുമുണ്ട്. ഛായാഗ്രഹകൻ സിദ്ധാർത്ഥ നുനിയാണ് അരുണിനെ ഇതിന് സഹായിക്കുന്നത്. നാഗൂരാൻ രാമചന്ദ്രൻ്റെ എഡിറ്റിംഗ് മികവിൽ കൂടിയാണ് പ്രേക്ഷകർ അവർ പോലും അറിയാതെ ക്യാപ്റ്റൻ മില്ലറുടെ ലോകത്തേക്ക് കടക്കുന്നത്. അരുണിൻ്റെ ചിത്രങ്ങൾ കാണുമ്പോൾ ക്വിൻറ്റിൻ ടൊറന്റിനോ ഫാനാണെന്ന് മുൻപും തോന്നിയിട്ടുണ്ട്. അധ്യായങ്ങൾ തിരിച്ചുള്ള കഥ പറച്ചിലും ഫൈറ്റ് സീക്വൻസിലെ കിൽബിലിൻ്റെ സാമ്യതയും മറ്റു ചിത്രങ്ങളെന്ന പോലെ മില്ലറിലും വേണ്ടുവോളമുണ്ട്. ധനുഷിൻ്റെ പൂണ്ട് വിളയാട്ടമാണ് ചിത്രത്തിലുടനീളമെങ്കിലും സന്ദീപ് കിഷനും ശിവരാജ് കുമാറും ഒരു ഘട്ടത്തിൽ സിനിമയെ എടുത്ത് തോളിൽ വെക്കുന്നുണ്ട്. അപ്പോഴാണ് മൾട്ടിസ്റ്റാർ ചിത്രത്തിൻ്റെ ഒരു ആവേശത്തിലേക്ക് സിനിമ എത്തുന്നത്. തിയേറ്ററിൽ കയ്യടി ഉയർന്നതും ഇവിടെയായിരുന്നു. ജയിലറിലെ ശിവരാജ് കുമാറിൻ്റെ കാമിയോ റോളായിരുന്നു കഴിഞ്ഞ വർഷത്തെ തിയേറ്ററിലെ ഏറ്റവും വലിയ കയ്യടി. അതെന്തുകൊണ്ടാണെന്ന് അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്രസൻസ് കൊണ്ട് മനസ്സിലായതുമാണ്. ഇവിടെയും അത് ആവർത്തിക്കുന്നുമുണ്ട്. ശക്തരായ സ്ത്രീ കഥാപാത്രങ്ങൾ സൃഷ്ടിക്കുന്നതിൽ അരുണിൻ്റെ മികവ് ഒന്ന് വേറെ തന്നെയാണ്. റോക്കിയിലും സാനി കൈതത്തിലും പ്രേക്ഷകർ ഇത് കണ്ടതുമാണ്. പ്രിയങ്ക അരുൾമോഹൻ തനിക്ക് ലഭിച്ച കുറഞ്ഞ സ്ക്രീൻ സമയത്തിൽ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെക്കുന്നുമുണ്ട്. ഒപ്പം മറ്റു സ്ത്രീ കഥാപാത്രങ്ങളും. അരുൺ മാതേശ്വരന് വേറിട്ട ആഖ്യാന ശൈലിയുണ്ട്. അദ്ദേഹത്തിൻ്റെ എഴുത്തും തിരക്കഥയും വലിയ തിരക്കുള്ളതാവാറില്ല. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ മില്ലറിൻ്റെ ആദ്യ പകുതിയിലെ പലയിടങ്ങളിലും പ്രേക്ഷകൻ്റെ ക്ഷമയെ പരീക്ഷിക്കുന്നുണ്ട്. എന്നാൽ രണ്ടാം പകുതിയിൽ ഇത് മറികടന്ന് നല്ല സ്പീഡായി പോകുന്നുമുണ്ട്.
ക്ലാസിക് കഥകളിൽ നമ്മൾ കാണുന്ന ഒരു രചനാശൈലി തൻ്റെ വയലൻസ് കേന്ദ്ര കഥാപാത്രത്തിലേക്ക് ചേർത്ത് കെട്ടുന്നതാണ് അരുണിൻ്റെ ശൈലി. അതാണെങ്കിൽ വയലൻസിൻ്റെ കൊടുമുടി കയറുകയും ചെയ്യും. ആക്ഷൻ വയലൻസ് ചിത്രങ്ങളിൽ അടുത്തിറങ്ങിയ തമിഴ് ചിത്രങ്ങളിൽ ക്യാപ്റ്റൻ മില്ലറിൻ്റെ സ്ഥാനം മുൻപന്തിയിലാണ്. എല്ലാവർക്കുമുള്ള കപ്പ് ഓഫ് ടീ ആയിരിക്കുമോ എന്ന് സംശയമാണ്. പക്ഷേ ആസ്വദിക്കാനായാൽ ക്യാപ്റ്റൻ മില്ലർ ഒരു പൊങ്കൽ വിരുന്നാണ്. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഈ ചിത്രത്തെക്കുറിച്ച് പറയാനുള്ളത്. ചിത്രം കണ്ടവർ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തും.